ഈ ജാഥ ഉളിക്കൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കോതമംഗലത്ത് എത്തുന്നവരെ എല്ലാ പ്രദേശങ്ങളിലും കാണുന്ന വൻപിച്ച ജനക്കൂട്ടം നൽകുന്നത് കേരളത്തിൽ ആദ്യമായി ഞങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ പ്രസ്ഥാനവും ഒരു മുന്നണിയും ഉണ്ടായിരിക്കുന്നു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയുമാണെന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ബഫർ സോൺ വിഷയത്തിൽ പൂർണ്ണമായിട്ടും കർഷകരെ ബഫർ സോണിൽ നിന്ന് ഒഴിവാക്കണം തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതാണ് UDF നിലപാട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, UPA സർക്കാരിൻ്റെ കാലത്ത് ഒരു ഒരു ഗാഡ്ഗിലിനെ വയ്ക്കുകയുണ്ടായി ഈ വനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ. പക്ഷേ കഷ്ടകാലത്തിന് അധികം മൃഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്, മനുഷ്യനല്ല. വലിയ ആക്ഷേപമുണ്ടായി. അപ്പോൾ ആ ആക്ഷേപത്തിൻ്റെ ഒരു അന്നത്തെ രക്തസാക്ഷിയാണല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസ്. അത് അന്ന് തോൽക്കാൻ കാരണം എന്താ? ഇയാളുടെ ഗാഡ്ഗിലിൻ്റെ പേരിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട്, ആ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് കസ്തൂരിരംഗനെ വെച്ചു. കസ്തൂരിരംഗൻ അത്ര അപകടം ചെയ്തില്ല, കുറേയൊക്കെ മയപ്പെടുത്തി. പക്ഷേ അതിനിടയ്ക്ക് ആ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു, എലക്ഷൻ വന്നു, UDF തോറ്റു, UPA സർക്കാർ പരാജയപ്പെട്ടു, മോഡിയുടെ സർക്കാർ വന്നു. പക്ഷേ അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, ശ്രീ PJ ജോസഫും അനൂപ് ജേക്കബൊക്കെ ഉൾക്കൊണ്ട അന്നത്തെ UDF സർക്കാർ കേരളത്തിലെ അധ്വാനിക്കുന്ന കർഷകർക്ക് വേണ്ടി ബഫർ സോൺ പരിധിയിൽ നിന്നും അവർ ഒഴിവാക്കേണ്ട പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഉമ്മനെ ഒരു കമ്മീഷനാക്കി നിയമിച്ചു. വളരെ വിദഗ്ധമായി തന്നെ ഉമ്മൻ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൂടെ കൈമാറിയിട്ടാണ് ഉമ്മൻചാണ്ടി രാജിവെക്കുന്നത്. ഇത് കഴിഞ്ഞ് കേന്ദ്രത്തിൽ മോഡി സർക്കാർ വന്നപ്പോൾ ആ സർക്കാർ എന്ന് പറഞ്ഞത് പല സംസ്ഥാനങ്ങളും ബഫർ സോൺ വിഷയത്തിൽ റിപ്പോർട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും കേരളത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരാണ് വിശദമായിട്ടുള്ള റിപ്പോർട്ട് നൽകിയത് എന്നന്ന് പ്രത്യേകം പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ശ്രീ VD സതീശൻ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തിനോടൊപ്പം UDF കൺവീനർ ശ്രീ MM ഹസനും ഈ നിയോജകമണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ ഡീൻ കുര്യാക്കോസും കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ മലയോര മേഖലയുടെ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത UDF ഇന്ന് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണം എന്നുകൂടെ സൂചിപ്പിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കാം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കേരളത്തിലെ കർഷകരുടെ കാര്യം. ഇന്ന് അധ്വാനിക്കുന്ന കേരളത്തിലെ കർഷകന് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത സാഹചര്യമാണ്. ഇപ്പോൾ കൃഷിമന്ത്രി തലയെക്കെട്ടും കെട്ടി കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൃഷി ഉണ്ടാവില്ല ഈ മണ്ണിൽ. ഞാൻ ഓർക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ ഞങ്ങളതിനെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെന്നപ്പോൾ പാലക്കാട്ടെ നെൽകർഷകർ നിവേദനവുമായിട്ട് ഞങ്ങളെയൊക്കെ കാണാൻ വന്നു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. അവരന്ന് പറഞ്ഞൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് വിവാദങ്ങളല്ല, ഇവിടെ പെട്ടി വിവാദവും മറ്റ് വിവാദങ്ങളൊക്കെയാണല്ലോ. പാലക്കാട്ടെ ഞങ്ങൾ നെൽകർഷകർക്ക് സംഭരണ വില കിട്ടുന്നില്ല. ഞങ്ങൾ നെല്ലൊക്കെ സംഭരിച്ച് വെച്ച് നെല്ല് കിളിർക്കാൻ തുടങ്ങി.
വരുമാനമില്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ പല കർഷകരും ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രചരണം നടത്തിയാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും. അങ്ങനെയാണ് UDF നേതൃത്വത്തിൽ ഒരു ട്രാക്ടർ യാത്ര ഞങ്ങൾ നടത്തുന്നത്. ഞാൻ ഓർക്കുന്ന ആ ട്രാക്ടർ യാത്ര ഞാൻ ഉദ്ഘാടനം ചെയ്തു. ആ ട്രാക്ടർ യാത്ര ആരംഭിക്കുമ്പോൾ തലേ ദിവസം വരെ ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന പല കർഷകരും സ്വന്തം ട്രാക്ടറുമായി UDF ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ എത്തുകയുണ്ടായി. വൻ വിജയമായിരുന്നു. സത്യത്തിൽ ആ ട്രാക്ടർ ജാഥയാണ് UDF അല്ലെങ്കിൽ ജയിക്കുമായിരുന്നു. പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാനുള്ള പ്രധാന കാരണം ആ നെൽകർഷകരുടെ ഒറ്റക്കെട്ടായി അവർ ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് മനസ്സിലാവാത്ത ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം ഞങ്ങൾ ഈ യാത്രയിൽ മുഖ്യമായിട്ട് കർഷകരുടെയും വനമേഖലയിൽ താമസിക്കുന്ന ആളുകളുടെയും കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ഇനി സമയമുണ്ടല്ലോ. നമുക്കിനി പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ വരാൻ പോകുന്നു, നിയമസഭ ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോഴൊക്കെ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ അന്ന് മാത്രം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്രയെ വരവേറ്റ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഈ യാത്രയുടെ രാജോചിതമായ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ആരംഭിക്കുന്നു. UDF ജില്ലാ കൺവീനറും ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായ ശ്രീ ഷിബു തെക്കുംപുറത്തിനെ യോഗത്തിൻ്റെ അധ്യക്ഷനായി ക്ഷണിക്കുന്നു. ദയവായി അവിടെ ഈ വഴിക്ക് നിൽക്കുന്ന സഹോദരന്മാർ ആ മാധ്യമ പ്രവർത്തകരെ മുമ്പിലേക്ക് കടത്തിവിടണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര കർഷക യാത്ര ആവേശജലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ കോതമംഗലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് കർഷകരും മലയോര ജനതയെ അടക്കമുള്ളവരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള വലിയ ആവേശമായി നമുക്ക് ഈ സമ്മേളനം മാറ്റാനായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി മൗനപ്രാർത്ഥന. സ്വാഗതം പറയുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ കോതമംഗലം നിയോജക മണ്ഡലം ജനറൽ കൺവീനറും സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനറുമായ ശ്രീ MS സൽദോസിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം തീർച്ചയായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കും. മുഴുവൻ ആളുകളുടെയും പേര് പറയാനായി ശ്രമിക്കുന്നില്ല എന്നുകൂടി സൂചിപ്പിക്കട്ടെ. ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ, സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ ഷിബു തെക്കുംപുറം, ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന UDF തറവാട്ടിലെ കാരണവർ പ്രിയപ്പെട്ട ശ്രീ PJ ജോസഫ് സാർ, ഈ ജാഥയുടെ മുഖ്യ സന്ദേശം നൽകിയ ബഹുമാന്യനായിരിക്കുന്ന ശ്രീ K മുരളീധരൻ അവറുകൾ, ജാഥ ക്യാപ്റ്റൻ ആദരണീയനായിരിക്കുന്ന കേരളത്തിലെ UDF പ്രതീക്ഷ ശ്രീ VD സതീശൻ അവറുകൾ, മറ്റ് ജാഥാംഗങ്ങൾ, മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, ഈ ജീവിക്കാനും ജീവൻ നിലനിർത്താനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോതമംഗലത്തെ ജനത, കോതമംഗലത്തിൻ്റെ പരിസരത്തുള്ള ജനങ്ങൾ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ സംഗമമാണ്. അത് നിലനിർത്താൻ വേണ്ടി അതിൻ്റെ പ്രത്യാശ നൽകുന്നത് UDF ആണ് എന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് ഈ ജാഥ ഇവിടെ വന്നിട്ടുള്ളത്. ആ ജാഥയിലേക്ക് വന്നിട്ടുള്ള മുഴുവൻ ജാഥാംഗങ്ങളെയും ഞാൻ ആദ്യമായി, ഈ ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ വന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം
യോഗത്തിൻ്റെ അധ്യക്ഷൻ ഔപചാരികതയുടെ പേരിൽ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ സംരംഭത്തിൻ്റെ സംഘാടകൻ കൂടിയായ ബഹുമാനപ്പെട്ട ഷിബു തെക്കുംപുറത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന UDF തറവാട്ടിലെ സമാദരണീയനായ നേതാവ് ബഹുമാനനായ ശ്രീ PJ ജോസഫ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ സന്ദേശം നൽകിയ പ്രിയപ്പെട്ട ശ്രീ K മുരളീധരൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ എല്ലാ സമരഭൂമിയിലും ഈ സമര ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട ആദരണീയനായിരിക്കുന്ന ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസിനെ സ്വാഗതം ചെയ്യുന്നു. തൊട്ടടുത്ത പ്രദേശത്തെ എല്ലാ സമരഭൂമിയിലും പ്രയാസം അനുഭവിക്കുന്നവരുടെയും വേദന അനുഭവിക്കുന്നവരോടൊപ്പം ഓടിയെത്തുന്ന VD സതീശൻ ഉൾപ്പെടെ TJ വിനോദ്, എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ സ്വാഗതം ചെയ്യുന്നു. UDFിൻ്റെ സംസ്ഥാന കൺവീനർ ബഹുമാനരായിരിക്കുന്ന ശ്രീ MM ഹസൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ, കാരണം നിർദ്ദേശമായി ഈ സമ്മേളനം ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ലാത്തത് കൊണ്ട് ഒരുപാട് പേരുടെ പേരുകൾ ജാഥാംഗങ്ങളായിരിക്കുന്ന ശ്രീ അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മാണി സി കാപ്പൻ, ശ്രീ രാജൻ ബാബു, G ദേവരാജൻ, അതുപോലെ തന്നെ മോൻസ് ജോസഫ്, ഡൊമിനിക് പ്രസന്റേഷൻ, TU കുരുള, VP സജീന്ദ്രൻ, ജോസഫ് വാഴക്കൻ, മനോജ് മൂത്താടൻ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ഈ സ്റ്റേജിലുള്ള എല്ലാ കക്ഷികളുടെയും ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും ഒറ്റ വാചകത്തിൽ മുഴുവൻ നേതാക്കന്മാരെയും ആദരപൂർവ്വം ക്ഷമാപണത്തോടുകൂടി മുഴുവൻ പേരുടെയും പേരുകൾ പറയാൻ കഴിയാതെ വന്ന ഈ സമ്മേളനത്തിൻ്റെ വലിപ്പം കൊണ്ടാണ് എന്ന് സൂചിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒറ്റ വാചകത്തിൽ സമാദരണീയരായ മുഴുവൻ നേതാക്കളെയും വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ പോരാളികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. ഈ മലയോര കർഷക യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മലയാളികളുടെ വലിയ ആവേശവും പ്രതീക്ഷയുമായ പ്രിയപ്പെട്ട VD സതീശൻ, നമ്മുടെ ഈ മഹാസമ്മേളനം എറണാകുളം ജില്ലയുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കർഷകർക്ക് എന്നും ആവേശമായിട്ടുള്ള പ്രിയപ്പെട്ട PJ ജോസഫ് സാറ്, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ നിരവധി പേരുണ്ട്. പ്രിയപ്പെട്ട ജനറൽ കൺവീനർ MM ഹസൻ, നമുക്കെല്ലാം ആദരണീയനായ KPCCയുടെ മുൻ പ്രസിഡന്റ് K മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് കോതമംഗലത്ത് ഈ മലയോര യാത്ര എത്തിച്ചേരുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ജാഥയെ വരവേൽക്കാനായി കടന്നു വന്നിട്ടുള്ളത്. വലിയ ആവേശമായി ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയും എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, കോതമംഗലവും എറണാകുളവും കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്ര സംഭവമായി ഈ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര മാറിയിരിക്കുന്നു എന്ന്. നമുക്ക് വലിയ ആവേശമായി ഈ സമ്മേളനം മുന്നോട്ട് പോവുകയും, പ്രിയപ്പെട്ടവരെ, എറണാകുളം ജില്ലയും കോതമംഗലം നിയോജക മണ്ഡലവും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്കു കോട്ടയാണെന്ന് ഈ മഹാസമ്മേളനം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ വലിയ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ശക്തമായി ഈ പറഞ്ഞ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർഷകർക്കും സാധാരണക്കാരായ ജനങ്ങൾക്കും വേണ്ടി ശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് കൂടുതൽ കരുത്ത് പകരട്ടെ. പ്രിയപ്പെട്ടവരെ, കോതമംഗലത്ത് ഈ കർഷകർക്ക് വേണ്ടി വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ജാഥ എത്തിച്ചേരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നിയോജക മണ്ഡലം 5 പഞ്ചായത്തുകൾ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുകയാണ്. വലിയ ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് ഇന്ന് കോതമംഗലത്തുള്ളത്. അത്രമാത്രം രൂക്ഷത ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുകയും കഴിഞ്ഞ ഒരു വർഷത്തിനകം 4 പേരാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ടത്. അത്രമാത്രം രൂക്ഷത അനുഭവിക്കുന്ന നിരവധി ആളുകളാണ് ഈ നിയോജകമണ്ഡലത്തിൻ്റെ പകുതി ഭാഗത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് ഈ വന്യജീവികളുടെ ആക്രമണത്തിന് വിധേയരായ നിരവധി പേര്
ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയട്ടെ. കൃഷി നശിച്ചവര്, പരിക്കേറ്റവര്, അതിഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നവരോ ഒക്കെയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 1.5 മാസക്കാലം മുമ്പ് കുട്ടമ്പുഴയിൽ നമുക്കൊക്കെ പ്രിയപ്പെട്ട നാച്ചേരിയിലെ വർഗീസേട്ടൻ്റെ മകൻ എൽദോസ് അതിദാരുണമായാണ് കാട്ടാനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടത്. പ്രിയപ്പെട്ട മാത്യു കുടൽനാടനും പ്രിയപ്പെട്ട DCCയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കന്മാർ ആ സമയങ്ങളിലൊക്കെ വലിയ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. ആ കുടുംബത്തിലെ വലിയ ആശ്രയമായിരുന്നു പ്രിയപ്പെട്ട എൽദോസിന്റെ പിതാവ് വർഗീസേട്ടനും മാതാവ് റീത്തയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അവറാച്ചൻ ചേട്ടൻ, നമുക്കറിയാം കോട്ടപ്പടിയിൽ വളരെ അതിദാരുണമായി കാട്ടാനയുടെ ആക്രമണത്താൽ രക്ഷപ്പെട്ട അവറാൻ ചേട്ടനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. രാവിലെ 6 മണിക്ക് ടാപ്പിങ്ങിന് പോയതാണ്. രാവിലെ 6 മണിക്ക് ടാപ്പിങ്ങിന് പോയി കാട്ടാനയുടെ ആക്രമണത്താൽ തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞ വർഗീസേട്ടൻ നിരവധി ദിവസങ്ങൾ ആശുപത്രി കിടന്നു. 8 വാരിയൽ ഒടിഞ്ഞു. എല്ലാ തരത്തിലും ഒടിവുകൾ സംഭവിച്ച് മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് പ്രിയപ്പെട്ട വർഗീസേട്ടൻ. ഞാൻ സൂചിപ്പിച്ച ഇതുപോലെ നിരവധി പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി ആളുകളുടെ വലിയ രോഷപ്രകടനമായി ഈ സമ്മേളനം മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട കർഷകരെ എല്ലാ തരത്തിലും ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ തരത്തിലും ദുരപൂർണമായ ഒരു അവസ്ഥയിൽ കൂടി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ, ഇവിടെ ഒരു ജനപ്രതിനിധികളുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കോതമംഗലത്തെ ജനങ്ങൾ പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. പ്രിയപ്പെട്ട എൽദോസിന്റെ മാതാപിതാക്കളോട് ഇരിക്കുമ്പോൾ ആ അതിദാരുണമായ സംഭവം തൊട്ടടുത്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ, 1/2 കിലോമീറ്റർ പോലും ഇല്ല. കൂകി വിളിച്ചപ്പോൾ ഡീസലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയച്ച നെറികെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ കോതമംഗലത്തും കേരളത്തിലും മുന്നോട്ട് പോകുന്നത്. എങ്ങനെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയും? ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ നിലവിളി കേട്ട് വന്നിരുന്നെങ്കിൽ വർഗീസേട്ടന് മകനെ നഷ്ടപ്പെടുകയില്ലായിരുന്നു. വഴിവിളക്കില്ല. അവിടെ ആ പ്രദേശങ്ങളിലൊക്കെ വഴിവിളക്ക് സ്ഥാപിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയപ്പോഴൊക്കെ വന്യമൃഗത്തിന് ശല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയാനും അതില്ലാതാക്കാനും ശ്രമിച്ച ഈ ഭരണകൂടം, ഈ ഫോറസ്റ്റ് ഭരണകൂടം ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കാനാണോ മുന്നോട്ട് പോകുന്നത്? ഞാൻ ദീർഘമായി കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. പ്രിയപ്പെട്ട മുഹമ്മദ് ഷിയാസ് ഉണ്ട്. കാഞ്ഞിരമേലിയില് ഇന്ദിരാമ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട അമ്മച്ചി സ്വന്തം പുരയിടത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാട്ടാനയുടെ ആക്രമണത്താൽ മരണപ്പെട്ടു. കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഞങ്ങളെല്ലാം ഓടിച്ചെന്നു. കുഴൽനാടനടക്കം ശ്രീ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കന്മാർ ചെന്നു. അന്നേരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യം എന്താണെന്ന് അറിയാമോ? പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് ഇവിടെയുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യം എങ്ങനെയെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തി ഈ മൃതദേഹം തിരിച്ചയക്കണം. ഞങ്ങൾ പറഞ്ഞു, എന്ത് മര്യാദയാ? ഈ ഇന്ദിരാമ്മയുടെ ഭർത്താവ് വന്നിട്ടില്ല, മക്കൾ വന്നിട്ടില്ല, നിങ്ങൾ എന്തിനു ധൃതി പിടിക്കുന്നു? മര്യാദയോടുകൂടി ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തുവാനും തീരുമാനമുണ്ടാക്കാതെ മുന്നോട്ട് പോയപ്പോൾ പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസിന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും അതോടൊപ്പം തന്നെ കുഴൽനാടിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ ഐതിഹാസികമായ സമരം ഇന്ന് കേരളത്തിന്റെ എല്ലാ തലങ്ങളിലും നമുക്ക് ശക്തമായി മുഴക്കി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമരം നമ്മുടെ മുന്നിലുണ്ട്. ആ സമരത്തെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഷിയാസ് അടക്കമുള്ളവരെ ഏതൊക്കെ വകുപ്പുകളാ ചാർത്തിയെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. കൊലക്കുറ്റത്തിന് വരെ കേസെടുക്കാൻ എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന കോതമംഗലത്തെയും ഇവിടുത്തെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് കാണിച്ച വഴിവിട്ട അധികാരങ്ങൾ, പ്രിയപ്പെട്ടവരെ, എന്ത് തെറ്റാണ് ഷിയാസ് ചെയ്തത്? എന്ത് തെറ്റാണ് കുഴൽനാടൻ ചെയ്തത്? ഡീൻ കുര്യാക്കോസ് ചെയ്തത്? പാവപ്പെട്ട ഇന്ദിരാമ്മയുടെ കുടുംബത്തിന് ആശ്വാസകരമായ നിലപാട് സ്വീകരിക്കണം. അവർക്ക് ആശ്വാസകരമായ സഹായങ്ങൾ നൽകണം. അത് കേട്ടില്ല. അതിന് ശക്തമായ സമരം വേണ്ടി വന്നു. പക്ഷെ അഭിമാനത്തോടുകൂടി പറയട്ടെ, അന്ന് ആ സമരം നടത്തിയതുകൊണ്ട്
ഇന്ദിരാമ്മയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായി. പക്ഷെ കുട്ടമ്പുഴയിൽ വർഗീസേനുണ്ട്. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേൾക്കണം. ആ വലിയ സംഭവം നടക്കുമ്പോൾ കുഴലാണ് അടക്കമുള്ളവർ ചെന്നു 5-5 2 10 ലക്ഷം രൂപ ചെക്ക് കൊടുത്തു. ഇന്നും 5 ലക്ഷം രൂപയുടെ ചെക്ക് മാറിയിട്ടില്ല. അന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ അവിടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാം ചർച്ച ചെയ്തു. പുരോഹിതന്മാരുണ്ടായിരുന്നു. ചർച്ച ചെയ്തു. വർഗീസേട്ടന്റെ കുടുംബത്തിന് സഹായമായി ഒരു ജോലി നൽകും, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും, ആ പ്രദേശത്ത് ട്രെഞ്ച് താത്തുവാൻ വേണ്ടിയിട്ട് ശക്തമായ നിലപാടുകളെടുക്കും, കമ്പിവേലി സ്ഥാപിക്കും. എന്തെങ്കിലും നടപ്പിലാക്കുവാൻ ഈ നെറികെട്ട ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളെ വഞ്ചിച്ച, ജനങ്ങൾക്ക് എല്ലാ തരത്തിലും വലിയ ദുരിതങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഗവൺമെന്റും ഒരു MLA-യുമാണ് കോതമംഗലത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് ഞാൻ വളരെ ദുഃഖത്തോടു കൂടി പറയട്ടെ. ഒന്നും കൊടുത്തില്ല. വർഗീസേട്ടൻ ഇന്നും 5 രൂപയുടെ വണ്ടിച്ചെക്ക് കയ്യിൽ പിടിച്ചിരിക്കുക. അത് മാറാൻ കഴിഞ്ഞിട്ടില്ല. കളക്ടറുടെ സാന്നിധ്യത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ പോലും നടപ്പിലാക്കാതെ മുന്നോട്ട് പോയ ഒരു ഭരണകൂടം. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഞാൻ സൂചിപ്പിച്ചത് എല്ലാ തരത്തിലും ജനങ്ങൾ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ന് കോതമംഗലത്ത് ജീവിക്കുക. 6 മണിയാകുമ്പോഴേക്കും കടകൾ അടയ്ക്കുന്നു, ഓട്ടോറിക്ഷകൾ ഓട്ടം നിർത്തുന്നു, ആളുകൾ വീടുകളിൽ പതുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഈ നിയോജകമണ്ഡലത്തിന്റെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഉള്ളത്. ഈ ഗതികേടിനെതിരെ, ഈ ബുദ്ധിമുട്ടിനെതിരെയുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുക. ആദരണീയനായ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ യാത്ര ഇവിടെ വലിയ ആവേശത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ ചേർത്ത് നിർത്തി പറയും, നമ്മൾ അധികാരത്തിൽ വന്നാൽ, നമ്മൾ നാളുകളിൽ കേരളത്തിന്റെ അധികാരം ഏറ്റെടുത്താൽ ഈ കർഷകരെയും ഈ കുടിയേറ്റ ജനതയെയും വന്യമൃഗങ്ങൾ രക്ഷിക്കാനുള്ള ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. യാതൊരു സംശയവും വേണ്ട. കരുത്തരായ നേതാക്കന്മാരാണ് ഈ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാട്, ഒരു കേരളം. അതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്വപ്നം. ആ വലിയ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇന്നും ആവേശത്തോടു കൂടി ജനങ്ങൾ ഈ യാത്രയെ വരവേൽക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകമായി അറിയിക്കട്ടെ. ഞാൻ ചുരുക്കട്ടെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെ കേരളത്തിലെയും കോതമംഗലത്തെയും കർഷകർ മുന്നോട്ട് പോകുന്നു. നമുക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ്, ഇവർ സംരക്ഷിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും ഇവിടുത്തെ സർക്കാർ ജീവനക്കാരെയുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇവിടെ വന്യമൃഗ ശല്യത്തിനെതിരെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. കഴിഞ്ഞ 8.5 വർഷക്കാലം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി, ആയിരക്കണക്കിന് ആൾക്കാർക്ക് പരിക്കുണ്ടായി. ഇതൊന്നും പരിഹരിക്കാതെ, ഇതൊന്നും തീർക്കാതെ മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് കഴിഞ്ഞ 8.5 വർഷക്കാലം കൊണ്ട് 16 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നടപ്പിലാക്കിയത്. അവർക്ക് ട്രെയിനിങ് സെന്റർ പണിയുവാൻ, അവർക്ക് ക്വാർട്ടേഴ്സ് പണിയുവാൻ, അവരുടെ ക്വാർട്ടേഴ്സിന് ചുറ്റും ട്രെഞ്ച് പണിയുവാൻ എന്ന് വേണ്ട എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ നെറികെട്ട ഈ ഗവൺമെന്റിനുള്ള വിധിയെഴുത്തായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ആവേശോജ്വലമായ സമ്മേളനം വിജയകരമാക്കി തീർത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ കർഷകർക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള കർഷക ജനതയുടെ വലിയ നേതാവ് ആദരണീയനായ PJ ജോസഫ് സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷൻ ശ്രീ ഷിബു തെക്കുംപുറം, യാഥാ ക്യാപ്റ്റൻ, നമുക്ക് ഏവർക്കും അഭിമാനമായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഉന്നതരായ ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. ശ്രീ K മുരളീധരൻ
ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. MBC ഡീൻ കുര്യാക്കോസുണ്ട്, കൺവീനർ ശ്രീ MM ഹസനുണ്ട്, MP-മാരും മുൻ MP-മാരും MLA-മാരും പ്രഗത്ഭരായ മറ്റ് നേതാക്കളും ഈ വേദിയിൽ തന്നെയുണ്ട്. ഈ ജാഥ മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നുമുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര ആവേശകരമായ ഒരു ജാഥ ഐക്യജനാധിപത്യ മുന്നണി അടുത്ത കാലത്തൊക്കെ നടത്തിയിട്ടില്ല. അത്രമാത്രം സ്വീകാര്യതയാണ് ഈ ജാഥയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. ഏതായാലും വളരെ മാരകമായ ഒരു നിയമം, വനഭേദഗതി നിയമം പിൻവലിക്കാൻ കഴിഞ്ഞത് ഈ ജാഥയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. ഈ ജാഥ പ്രഖ്യാപിച്ച ഒറ്റ കാര്യം കൊണ്ടാണ് പിൻവലിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. ഈ ജനവാസ മേഖലയിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി, വന്യജീവികൾ ഇറങ്ങി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയുമില്ലാത്തൊരു കാലം വന്നിരിക്കുന്നു. ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണം. ഇവിടെ എന്തോയുടെ കാര്യം പറഞ്ഞു. ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ 5ഓളം പഞ്ചായത്തുകൾ വനത്തോട് ചേർന്ന് കിടക്കുന്നത്. തൊടുപുഴ മുള്ളിങ്ങാട്ടും ഒരാളെ ആന ചവിട്ടിക്കും. വയനാട്ടിലെ സംസ്ഥാനത്തുടനീളവും ഈ ഭീഷണിയുണ്ട്. മൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താൻ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. വെള്ളം വേണം, മൃഗങ്ങൾക്ക് തീറ്റ വേണം. അത് വനസംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ നടപ്പാക്കേണ്ടിയിരിക്കുന്നു. ആവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം ഫെൻസിങ് ഉണ്ടാക്കണം. ഓരോ സ്ഥലത്തെയും പ്രത്യേകത കണക്കാക്കി ചിലയിടത്ത് ട്രെഞ്ചുകൾ ആവശ്യമായിട്ടുണ്ട്. ഇതൊരു പ്രയോറിറ്റിയായ ഒരു മുൻഗണനാ വിഷയമായി എടുത്തുകൊണ്ട് ജനങ്ങളെ രക്ഷിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാവണം. പക്ഷേ അതിനൊക്കെയാണോ സമയം? കൂത്താട്ടുള്ളത്തെ കൗൺസിലറെ എത്ര മൃഗീയമായിട്ടാണ് അവർ കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ട കാര്യമാണ്. അങ്ങനെ ജനാധിപത്യത്തെ പിച്ച് ചെയ്യുന്നൊരു ഗവൺമെൻറ്, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാത്തൊരു ഗവൺമെൻറ്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ മേഖലയിലെല്ലാം അങ്ങ് കണ്ണൂർ മുതൽ വയനാട് മുതൽ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, അങ്ങ് തിരുവനന്തപുരത്തെ അമ്പൂരി വരെയുള്ള മേഖലകളിൽ ജനങ്ങളെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കർഷകരുടെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്, ബഫർ സോണിൻ്റെ പ്രശ്നമുണ്ട്, അതിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ആ വിഷയങ്ങളെപ്പറ്റിയെല്ലാം ജാഥ ക്യാപ്റ്റനുള്ള വിശദമായി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ ജാഥയ്ക്ക് കേരളത്തിലുടനീളം ലഭിച്ചിട്ടുള്ള സ്വീകരണവും സ്വീകാര്യതയും അത് ഗവൺമെൻറ് കണ്ണ് തുറപ്പിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഈ കാര്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ നേതാക്കൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളു, ജനങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളു. നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈ പ്രദേശത്തെ രക്തസാക്ഷികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വർഗീസ് ചേട്ടനും റാഹേലമ്മയും അവറാച്ചൻ ചേട്ടനുമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ അടുത്ത 2 പ്രഭാഷണങ്ങൾക്ക് ശേഷം
നമ്മളുടെ ജാഥ ക്യാപ്റ്റനെ അവർ സ്വീകരിക്കുന്നതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. UDFൻ്റെ സംസ്ഥാന കൺവീനർ ശ്രീ MM ഹസൻ ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷായെ അടുത്തതായി സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ആദരണീയ അധ്യക്ഷൻ, വേദിയിലുള്ള മുതിർന്ന നേതാവ് P. ജോസഫ് സാർ, ജാഥ ക്യാപ്റ്റൻ പ്രിയങ്കരനായ VD സതീശൻ, വേദിയിലുള്ള മുൻ KPC പ്രസിഡന്റ് K. മുരളീധരൻ, UDF കൺവീനർ MM ഹസൻ, ജോസഫ് വാഴയ്ക്കൻ ഉൾപ്പെടെ ഈ വേദിയിലുള്ള ജനപ്രതിനിധികളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രങ്ങളിലും വിഷ്വൽ മീഡിയാസിലുമൊക്കെ ഭീതി ജനിപ്പിക്കുന്ന സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെങ്ങനെ പ്രതിവിധി ഉണ്ടാക്കാം എന്ന് ഒന്ന് പഠിക്കാൻ തീരുമാനിച്ച ഞാൻ കണ്ട എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. എനിക്കറിയില്ല മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ അവരുടെ ജോലി എന്താണെന്ന് അറിയാത്തതാണോ അറിഞ്ഞിട്ടും ചെയ്യാത്തതാണോ. ഈ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു 6-ാം വകുപ്പുണ്ട്. ആ വകുപ്പ് 72 നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വകുപ്പുണ്ട്. സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്നാണ് ഉണ്ടാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. വന്യജീവികൾക്കുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ് ബോർഡുണ്ട്. അതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ ഫോറസ്റ്റ് മന്ത്രിയാണ്. 20ഓളം അംഗങ്ങളും ഉണ്ടാകും. വർഷത്തിൽ 2 തവണ അവർ യോഗം കൂടണം. അവരുടെ ഉത്തരവാദിത്തങ്ങൾ പറയുന്നത് 8-ാം വകുപ്പാണ്. 8-ാം വകുപ്പിൽ ഒരു CC എന്ന വകുപ്പുണ്ട്. ആ വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പറഞ്ഞ വനമേഖലകളിൽ ആ മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങളും ആ ഭാഗത്തുള്ള വന്യജീവികളുമായി തമ്മിലുണ്ടാകുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു അപകടമില്ലാത്ത ജീവിത രീതി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ ബോർഡാണ്. എന്നിട്ട് ഈ ബോർഡ് അതെന്താണെന്ന് തീരുമാനിക്കുകയും അതിന് നിയമനിർമ്മാണങ്ങൾ ആവശ്യമാണെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സജസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ബോർഡാണ്. മുഖ്യമന്ത്രി ചെയർമാനായ ഈ ബോർഡാണ്. കഴിഞ്ഞ 2-3 വർഷത്തെ ഇവരുടെ മീറ്റിങ്ങുകളുടെ മിനിറ്റ്സുകൾ പരിശോധിക്കാൻ പറ്റി. ഞാൻ ഇതിനു മുമ്പുണ്ടായ നിയമനിർമ്മാണങ്ങളൊക്കെ നോക്കിയപ്പം 72 ശേഷം 77, 86, 91, 96, 2003, 2006 വർഷങ്ങളിലൊക്കെ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ഈ ഭേദഗതികളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനം കേരള സംസ്ഥാനം പോലെയുള്ള സംസ്ഥാനത്തും മറ്റിതര സംസ്ഥാനങ്ങളിലുമുള്ള സ്റ്റേറ്റ് ബോർഡുകളുടെ റെക്കമെൻഡേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ബോർഡുകൾ കൂടിയിട്ടുണ്ട്. കൂടിയതിനകത്ത് ഇതൊന്നുമല്ല ചർച്ച ചെയ്തിരിക്കുന്നത്. നേരത്തെ ഷിബു പറഞ്ഞ പോലെ ക്വാർട്ടേഴ്സ് പണിയുന്ന കാര്യമൊക്കെയാണ് കൂടുതൽ ചർച്ച. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിനുശേഷം 2025 മാർച്ച് മാസം 25-ാം തീയതി തിരുവനന്തപുരത്ത് അപ്പോളോ ഡിമോറോ ഹോട്ടൽ വെച്ചിട്ട് അവരൊരു വലിയ മീറ്റിംഗ് കൂടി. ഹൈ ലെവൽ കമ്മിറ്റി എന്നാണ്. ഹൈ ലെവൽ കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ ഒരു 20 പേജുള്ള ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാക്കിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സമർപ്പിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ വാക്കിതാണ്: വനമേഖലകളിൽ കൂടുതൽ കൃഷികൾ കർഷകരാരംഭിച്ചതുകൊണ്ട് വന്യജീവികളുമായ കോൺഫ്ലിക്റ്റ് അധികരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സെൻറ്റൻസ് 1972 നിയമം വനം വകുപ്പ് നല്ല രീതിയിൽ നടത്തിയതുകൊണ്ട് മൃഗങ്ങളുടെ പോപ്പുലേഷനും ജനസംഖ്യയും വർദ്ധിച്ചിരിക്കുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് വനമേഖലയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ കുറ്റക്കാരാരാ? വനമേഖലകളിൽ കൃഷി ചെയ്ത കർഷകർ വന്യജീവികളെ ഉപദ്രവിക്കുന്നതുകൊണ്ട് അവരിറങ്ങി വന്ന് കർഷകരെ ഉപദ്രവിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോഴല്ല കൊടുത്തത്, ഈ റീസെൻ്റായിട്ടാണ്. അതായത് കഴിഞ്ഞ മാർച്ചിൽ, 1 കൊല്ലം ആയിട്ടില്ല, 10 മാസം മുമ്പ് ആ റിപ്പോർട്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വായിച്ചാൽ ഇനി മന്ത്രിക്ക് മനസ്സിലാകാത്തതാണോ, മുഖ്യമന്ത്രി വായിക്കേണ്ടെന്ന് തീരുമാനിച്ചതാണോ, അതിൻ്റെ അപകടം എത്ര വലുതാണെന്നറിയാമോ?
ഇത്തരം റിപ്പോർട്ടുകളുമായി കേന്ദ്രത്തിലേക്ക് പോയാൽ ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലാണ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വകുപ്പിലോ കേന്ദ്രത്തിൻ്റെ വകുപ്പിലോ കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്ര ഗവൺമെൻറ് നിയമം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വകുപ്പുണ്ട്, ഭരണഘടനയുടെ 252 വകുപ്പ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ കാണുന്ന റിപ്പോർട്ടിൽ ഈ അപകടത്തിന് കാരണക്കാർ ഇവിടുത്തെ കർഷകരാണ് എന്ന് കൊടുത്താൽ എന്ത് ഫലമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? ഞാൻ പറയുന്നത്, മന്ത്രിക്ക് മന്ത്രിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധ്യമില്ല. മുഖ്യമന്ത്രിക്ക് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. മന്ത്രി മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം നൽകുന്ന റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം മൃഗങ്ങൾക്കുള്ളതാണെന്നാണോ? അത് മനുഷ്യർക്കുള്ളതല്ല, മൃഗങ്ങൾക്ക് കൊടുക്കണം. മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, മനുഷ്യരെ കൊല്ലാം. മനുഷ്യൻ്റെ ജീവന് സംരക്ഷണം നൽകാൻ ഒരു സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറിയാണ്. ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത അവസ്ഥ ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഇവർക്ക് മുന്നോട്ട് തുടരാൻ അനുവാദമില്ല ഭരണഘടനാപരമായി. ഇന്നുവരെ വ്യക്തമായ യാതൊരു നടപടിയും സ്വീകരിക്കാതെ നമ്മളെ വഞ്ചിച്ചുകൊണ്ടും ചതിച്ചുകൊണ്ടും പത്രസമ്മേളനം നടത്തി വിഷമങ്ങൾ പ്രകടിപ്പിക്കുക എന്നല്ലാതെ മന്ത്രിക്ക്, ഞാൻ പറയുന്ന കോമ്പിറ്റൻസ് വേണം മിനിസ്റ്റർക്ക്, ഫോറസ്റ്റ് മിനിസ്റ്റർക്ക് കോമ്പിറ്റൻസ് വേണം. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം വേണം. ഇത് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഭയവിഹ്വലരായി ജീവിക്കുന്ന ജനങ്ങൾ അവരുടെ ജീവന്റെ ഭീഷണിയിൽ നിൽക്കുമ്പോൾ ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്തെന്ന് അവർക്ക് തോന്നണം. അതിന് ആർട്ടിക്കിൾ 21 എന്താണെന്ന് അറിയണ്ടേ? സെക്ഷൻ 8 എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിയണ്ടേ? ഈ മിനിറ്റ്സിൽ എവിടെയെങ്കിലും മന്ത്രി ഒന്ന് പറയണ്ടേ ഇതിനെക്കുറിച്ചൊക്കെ? ഇതിൻ്റെ നിരുത്തരവാദിത്തമായ പ്രവർത്തനങ്ങളെ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. ആ പ്രതികരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ജാഥ. ആ പ്രതികരണം തിരഞ്ഞെടുപ്പുകളിലൂടെ ഗിമ്മിക്കുമായി അവർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു നിഷ്ക്രിയമായ ഇൻകോമ്പീറ്റൻ്റായ ഒരു ക്യാബിനറ്റാണ് ഈ സ്റ്റേറ്റിനെ ഭരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയാണ് ഈ സ്റ്റേറ്റിനെ ഭരിക്കുന്നത്. ഒരു ഫോറസ്റ്റ് മിനിസ്റ്ററാണ് സ്റ്റേറ്റിനെ ഭരിക്കുന്നത്. ഇവരെ പുറത്താക്കാതെ നമ്മൾ പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനം നടത്തുന്ന അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഈ പ്രദേശത്തെ രക്തസാക്ഷികളുടെ പ്രതിനിധികളായി ഏതാണ്ട് 60 ദിവസം മുമ്പ് ക്രിസ്മസ് കേക്കുമായി മാതാപിതാക്കളെ കാണാൻ പോയ മരണപ്പെട്ട എൽദോസിൻ്റെ മാതാപിതാക്കൾ വർഗീസ് ചേട്ടനും റാഹേലമ്മയും, അവരുടെ കയ്യിൽ നിന്ന് നിവേദനം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നു. വാവേലിയിൽ ആനയുടെ ചവിട്ടേറ്റ് ദിവസങ്ങളോളം മൃതപ്രാണനായി കിടന്ന അവറാച്ചൻ ചേട്ടൻ്റെയും നിവേദനം ഇപ്പോൾ സ്വീകരിക്കുന്നതാണ്. അടുത്തതായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, മുൻ KPCCയുടെ അധ്യക്ഷൻ, UDFൻ്റെ സംസ്ഥാന കൺവീനർ, സമാരാധ്യനായ ശ്രീ MM ഹസൻ നിങ്ങളെ അഭിസംബോധന ചെയ്തതാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, UDFൻ്റെ ജില്ലാ കൺവീനർ ശ്രീ ഷിബു തെക്കുംപുറം, മലയോര സമരയാത്രയുടെ പ്രിയങ്കരനായ നായകൻ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാമായ നമ്മുടെ
ശക്തി ദുർഗം ശ്രീ PJ ജോസഫ്, ഈ സമ്മേളനത്തിൽ ഏറ്റവും മുഖ്യ പ്രഭാഷണം നടത്തിയ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ, UDFിൻ്റെ ഘടകകക്ഷി നേതാക്കളായ ശ്രീ അഡ്വക്കേറ്റ് ഷാ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ അഡ്വക്കേറ്റ് രാജൻ ബാബു, ശ്രീ അനൂപ് ജേക്കബ് MLA, ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, മറ്റ് UDFിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും സമുന്നതരായ സംസ്ഥാന ജില്ലാ നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, 25-ാം തീയതി ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ മലയോര സമരയാത്ര. ഇതുവരെയുള്ള യാത്രയിലുടനീളം ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഈ വന്യജീവി ആക്രമണത്തിനെതിരെ പ്രസംഗിക്കുകയായിരുന്നില്ല, യഥാർത്ഥത്തിൽ അദ്ദേഹം ഗർജിക്കുകയായി. ഗർജനത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിന് തൊണ്ടവേദനയും ഇപ്പോൾ ശബ്ദവും അടച്ചിരിക്കുക. അതുകൊണ്ട് ഗർജിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരിക്കുക. എൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ ശബ്ദവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ശബ്ദത്തിൽ സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞത്. അതിനി എനിക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വീറ്റ് വോയിസാണ്. എന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഏതാണ്ട് പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരച്ചാൽ കൊണ്ടുവന്ന ശബ്ദമാണ്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയാം. എങ്കിലും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഘടകകക്ഷി നേതാക്കളിൽ 2 പേര് വളരെ പ്രഗത്ഭരായ അഭിഭാഷകരാണ്. ഇവിടെ നിങ്ങളോട് സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാ, JSSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് രാജൻ ബാബു, അദ്ദേഹം സംസാരിച്ചോന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ യഥാർത്ഥ ഈ മലയോര സമര ജാഥയുടെ ആവിർഭാവത്തെക്കുറിച്ച്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ശ്രീ മുരളീധരൻ ഇവിടെ സംസാരിച്ചു. ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ നിയമവശം പറഞ്ഞു, ഞങ്ങൾ വെറുതെ ഈ മലയോര സമരയാത്ര വനഭേദഗതി നിയമം പിൻവലിക്കണം, പിന്നെ വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കണം, ബഫർ സോൺ വിഷയത്തിൽ നേരത്തെ എടുത്തിട്ടുള്ള തീരുമാനം പോലെ 0 പോയിൻ്റായി പ്രഖ്യാപിക്കണം, കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക്, മലയോര കർഷകർ ഉൾപ്പെടെയുള്ള കർഷകരുടെ ഇന്നത്തെ പ്രതിസന്ധിക്ക്, തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കണം. ഈ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം തുടങ്ങിയത്. സമരത്തിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ടായ വിജയമാണ് ഈ വനഭേദഗതി നിയമം മുഖ്യമന്ത്രി പിൻവലിച്ചുകൊണ്ട് ഒളിച്ചോടി. കാരണം നിയമസഭാ സമ്മേളനം നടക്കുന്ന 17-ാം തീയതി അവതരിപ്പിക്കും, പാസ്സാക്കുമെന്ന് പറഞ്ഞു. അതിശക്തമായ പ്രതിഷേധം കേരളമൊട്ടാകെ അലയടിച്ചു വരുന്നപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ആ നിയമ ഭേദഗതി ബിൽ പിൻവലിക്കാൻ നിർബന്ധിതമായി. വന്യമൃഗ ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വർദ്ധിപ്പിച്ചത്. നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലത്തൊന്നും വന്യമൃഗങ്ങൾ ഇത്രയധികം ആക്രമണം ഉണ്ടായില്ല. ഇവിടെ പിണറായി വന്നതോടുകൂടി വന്യമൃഗങ്ങളെല്ലാം ജനങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. കാരണം വന്യമൃഗങ്ങളും അവരെ കൊണ്ട്, ഇവിടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ എന്നതിൽ ഈ ഗവൺമെൻറ് ദയനീയമായി പരാജയപ്പെട്ടു. ഈ നിയമമെടുത്തവർ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് കാട്ടിലെ നിയമം എന്ന് നമ്മൾ പറയുമെങ്കിലും ഇപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ കയ്യൂക്കുള്ളവരാണ് ഇവിടെ കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തി രക്ഷപ്പെടുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് ഈ 2016 ശേഷം 1000 മലയോരത്തുള്ള ജനങ്ങൾ കൊല്ലപ്പെട്ടു. 8000-ഓളം ആളുകൾക്ക് പരിക്ക് പറ്റി. ഏതാണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച എല്ലാ യോഗങ്ങളിലും നിയമസഭയിൽ കിട്ടിയ കണക്കാണ് ഔദ്യോഗികമായി. 60,000-ത്തിലധികം വന്യമൃഗ ആക്രമണങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായി. 10,000 കന്നുകാലികൾ ചത്തൊടുങ്ങി. ഈ മലയോരത്ത് കൃഷിക്കാരൻ്റെ ഏക വരുമാനം എന്താ? കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായമല്ലേ? അതെല്ലാം വിള നശിപ്പിച്ചു. ആരൊക്കെ? ആന, കടുവ, പുലി, പന്നി,
പിന്നെ മയല്, കുരങ്ങ്, സർവ്വതും വനത്തിൽ നിന്ന് വന്യമൃഗങ്ങളും കാട്ടിലെ ജന്തുക്കളുമൊക്കെ ഇറങ്ങി ഇതൊക്കെ നശിപ്പിക്കുക. അവൻ്റെ സർവ്വസമ്പാദ്യവും തകർത്തു. എത്രയാണെന്ന് കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായി. ഇതിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഞങ്ങൾ ഈ വനഭേദഗതി നിയമം പിൻവലിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി വന നിയമ ഭേദഗതി പിൻവലിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം, അതാണ് ഇവിടെ ഷാ എടുത്തു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? 72 കേന്ദ്ര നിയമം വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ആ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വ്യക്തതയില്ല. കാരണം ഈ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലാൻ കഴിയണമെങ്കിൽ ആ ബില്ലിലെ വ്യവസ്ഥ അനുസരിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഷാ പറഞ്ഞ കമ്മിറ്റിയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. ഷാ ഇവിടെ പറഞ്ഞത് ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കി ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയാണ്. അദ്ദേഹം പറഞ്ഞത് 6 പേരുടെ കമ്മിറ്റി ഉണ്ടാക്കി ചർച്ച ചെയ്ത് മുകളിൽ നിന്ന് തീരുമാനം വരുന്നത് വരെ മതമിളകി വരുന്ന ആന അവിടെ നിൽക്കുമോ, കടിക്കാൻ വരുന്ന കടുവ അവിടെ നിൽക്കുമോ എന്ന് ചോദിച്ചു പിണറായി വിജയൻ ഊറിച്ചിരിക്കുക. ആ ചിരിയുടെ ലക്ഷണം എന്താണ്? ഇതിനോടുള്ള യാതൊരു ഗൗരവബോധവും മുഖ്യമന്ത്രിക്കില്ല. വനം വകുപ്പ് മന്ത്രിയെക്കുറിച്ച് പറയേണ്ട. കഴിഞ്ഞ യോഗത്തിൽ നമ്മളെ റോജി ജോൺ പറയുകയായിരുന്നു. വനം വകുപ്പ് മന്ത്രി പറഞ്ഞു, നാട്ടാരെ ഇറങ്ങുമ്പോൾ ആളുകളെ നിവേദനം കൊടുത്തപ്പോൾ പറഞ്ഞു മയക്ക് വെടിവെക്കും. അദ്ദേഹം ഇരിക്കുന്നത് കണ്ടിട്ട് ഒരു അഭിമന്യനായ മതാധ്യക്ഷൻ മേലധ്യക്ഷൻ പറഞ്ഞു മയക്ക് വെടി വെക്കേണ്ടത് ആനയ്ക്കല്ല ഈ മന്ത്രിക്കാണെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം മയക്ക് വെടി വച്ചതുപോലെ ആയിരിക്കുന്നു. ഈ കടുവ കടിച്ച് ആദിവാസി സ്ത്രീ മരിച്ചല്ലോ മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലി. അന്ന് വൈകുന്നേരം അദ്ദേഹം വനം വകുപ്പ് മന്ത്രി നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഒരു ഫെസ്റ്റിവലിൽ അദ്ദേഹം പാടുകയാണ്. ഞാനും അദ്ദേഹവും സുധീരനുമൊക്കെ ഒരുമിച്ച് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിരുന്നു. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായി നടക്കുന്ന കാലത്ത് ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം പാട്ട് പാടുന്നു. അപ്പോൾ പാടിയ പാട്ട് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ബെന്നി ബെഹ്ലാൻ പറഞ്ഞു. ബെന്നി ബെഹ്ലാൻ പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ ഉദ്ധരിക്കാം. കോഴിക്കോട് ബീച്ചിൽ അദ്ദേഹം പാടിയ പാട്ട് ഹിന്ദി പാട്ടാണ്. ചോളി കെ പീച്ചേ ക്യാ ഹേ. ഒരു അദ്ദേഹത്തിൻ്റെ വനത്തിൽ കടുവ, അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എന്താണെന്നറിയാമോ? അദ്ദേഹം വന്യജീവി സംരക്ഷണ മന്ത്രിയാണ്. വന്യജീവി വകുപ്പ് അല്ലേ അദ്ദേഹത്തിൻ്റെ വകുപ്പ്. വന്യജീവികളെ സംരക്ഷിക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കടുവ കടിച്ചൊരു ആദിവാസി സ്ത്രീ പഞ്ചാരക്കൊല്ലിയിൽ കൊല്ലുമ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത് തന്നെ തെറ്റ്. മാത്രമല്ല അവിടെ പോയൊരു പാട്ട് പാടും. അപ്പം അത്രമാത്രം ലാഘവത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. ഞങ്ങൾ അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള യാത്ര തുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനുള്ള വളരെ വളരെ സൃഷ്ടിപരമായ വ്യക്തമായ ബദൽ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിലൊന്നായിരുന്നു നേരത്തെ പറഞ്ഞു, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു 72 ഈ നിയമം അനുസരിച്ച് ഇവരെ വെടിവെച്ച് കൊല്ലാൻ, ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ ഉത്തരവ് കൊടുക്കണം. ചീഫ് വൈൽഡ് വാർഡന് കൊടുത്തിട്ടുള്ള അധികാരം. രാജൻ ബാബു പറഞ്ഞു ആ വകുപ്പിൽ തന്നെ ഇദ്ദേഹം 6ാം വകുപ്പാണ് പറഞ്ഞത്. 5ാം വകുപ്പിൽ 2ാം ഉപവകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള, ഇത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ആർക്ക് കൊടുത്തിരിക്കുന്നു? സംസ്ഥാന ഗവൺമെൻറ്റിന്. തമിഴ്നാട്ടിൽ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ ചീഫ് വൈൽഡ് വാർഡന് വെടിവെച്ച് കൊല്ലാൻ സ്റ്റാലിൻ ഗവൺമെൻറ് ഉത്തരവ് കൊടുത്തു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കി. ഇവിടെ ഇല്ല. ഇവിടെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ വനത്തെ സംരക്ഷിക്കുന്നതിൽ അങ്ങേയറ്റം താല്പര്യം കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് UDF. ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഗാഡ്ഗിൽ, VN ഗാഡ്ഗിൽ, അദ്ദേഹം ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, കേരളത്തിൻ്റെ കാര്യത്തിൽ ഏതോ ഒരു മാധ്യമം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു ഇത്രയധികം വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ പോലെ കേന്ദ്ര നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ വെടിവെച്ച് കൊല്ലണം. അപ്പം ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പറഞ്ഞു ഗാഡ്ഗിലിനെ പോലുള്ള ആളുകൾ വെടിവെച്ച് കൊല്ലണമെന്ന് പറയുമ്പോൾ നിങ്ങളെന്താ തയ്യാറാകാത്തത്? മുഖ്യമന്ത്രി നിയമം വായിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ വനമന്ത്രിക്കെന്ന് പറഞ്ഞു. വനം മന്ത്രിക്ക് നിയമം വായിക്കാൻ അവിടെ സമയം. അദ്ദേഹത്തിന് ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചില്ലേ ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ കാട്ടിൽ നിന്ന് ആനയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നത്?
ഇത്ര ലാഘവത്തോടു കൂടി പറയുന്നത് കൊണ്ടാണ് ഗൗരവമായി ചിന്തിക്കാത്തത്. നമ്മുടെ ആവശ്യം എന്താ? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാട്ടുപന്നിയെ വെടിവെക്കാൻ അധികാരം കൊടുത്തു. അത് തന്നെ ഹൈക്കോടതി അടുത്ത കാലത്ത് പറഞ്ഞു ആ ഓർഡർ വ്യക്തതയില്ല, ആര് വെടിവെക്കണം. ഈ ചീഫ് വൈൽഡ് വാർഡനെ പോലെ ആരെയാണ് അതിന് ചുമതലപ്പെടുത്തുന്നത്, വ്യക്തത വേണം എന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറഞ്ഞു. ഈ വെടിവെച്ച് കൊല്ലുന്നത് അതിനെ ഈ മണ്ണെണ്ണ ഒഴിച്ച് വെടിവെച്ച് കൊല്ലണതിലും ബദൽ നിർദ്ദേശം മുരളി ഇവിടെ പറഞ്ഞു കാണും അല്ലേ? മണ്ണെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലണം. എന്നോടൊരാൾ പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മുരളീധരനെ പോലുള്ള ആളുകൾ പറയട്ടെ, സണ്ണി ജോസ്. ഞാൻ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞാൽ പിന്നെ അതായിരിക്കും വാർത്ത. കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ എന്തിനാ വെളിച്ചെണ്ണ ഒഴിച്ച് വെടിവെച്ച് കൊല്ലണമെന്ന് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അത് ഞാൻ പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് മുരളീധരൻ അതിവിടെ പറഞ്ഞു. അത്തരം അവ്യക്തതകൾ മാറ്റണം. ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ രാജൻബാബു ഇവിടെ സംസാരിച്ചു. രാജൻബാബു നമ്മുടെ നിയമസഭയിൽ ഘോരം അവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചവരാണ് പാർട്ടി കുഴൽനാട്, നമ്മുടെ റോജി ജോൺ, ഇവിടെ ഇരിക്കുന്ന നിരവധി നമ്മുടെ ഈ കൂട്ടത്തിലുള്ള മോൻസ് ജോസഫ്, എത്രയോ പ്രാവശ്യം അവർ പറഞ്ഞെന്താ, ഒരു സെൽഫ് ഡിഫൻസിന് ഒരാൾ കൊല്ലാൻ വരുന്നു. നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആത്മരക്ഷാർത്ഥം അവരെ കൊന്നാൽ അത് കൊലക്കുറ്റമല്ല. നമ്മളവരത്തെ കൊല്ലാൻ വരുന്നു, കയ്യിലൊന്നുമില്ല, ആയുധമില്ല, ഒരു വലിയ കമ്പി എടുത്ത് നമ്മൾ സ്വയം രക്ഷാർത്ഥം അവനെ അടിച്ചു, അവൻ ചത്തുപോയാൽ കൊലക്കുറ്റത്തിന് നമ്മുടെ പേരിൽ കേസെടുക്കാനൊക്കില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അങ്ങനെ പറയുന്ന അവസരത്തിലാണ് ഇവിടെ ചീഫ് വൈൽഡ് വാർഡൻ വരാൻ കാത്തിരിക്കാൻ പറ്റുമോ? വെടിവെക്കാനുള്ള അധികാരം മലയോര കർഷകന് കൊടുക്കണം, അവന് തോക്ക് ലൈസൻസ് കൊടുക്കണം. അങ്ങനെ വെടിവെക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കുമ്പോൾ അതിനാവശ്യമായ ഭേദഗതി നിയമത്തിൽ വരണം. ഭേദഗതി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് വരുത്താം എന്ന് അഡ്വക്കേറ്റ് ഷാ നിയമത്തിൽ പറഞ്ഞില്ലേ? നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരുപാട് MP-മാർ വന്നു. ഇതാ ഇവിടെ പെട്ടിയും കുര്യാസോസുണ്ട്. കഴിഞ്ഞ യോഗത്തിൽ ശ്രീ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു. പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി മേപ്പാടിയിലെ യോഗത്തിൽ വന്നു. ഈ പഞ്ചാരക്കൊല്ലിയിൽ കടുവ കടിച്ചു മരിച്ച ആ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് അവർ ഈ യോഗത്തിൽ വന്ന് പങ്കെടുത്തവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18 MP-മാർ അവരടക്കം ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് അവിടെ അവരെ ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ ഈ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഇതിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ആ മാറ്റം വരുത്താൻ ഞങ്ങൾ പാർലമെന്റിൽ ആവശ്യപ്പെടും, മാറ്റം വരുത്തും എന്നവർ പറഞ്ഞിരിക്കുകയാണ്. നിയമസഭയ്ക്കകത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നമ്മുടെ MLA-മാരുണ്ട്. നിയമസഭയിൽ അതിനാവശ്യമായ മാറ്റം വരും. ഞങ്ങളുടെ ആദ്യത്തെ ഇതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ പരിഹാര മാർഗം അതാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ അന്യമൃഗ ആക്രമണത്തിൽ മരണമടഞ്ഞു അവരുടെയൊക്കെ ഇവരെ ട്രീറ്റ് ചെയ്യുന്ന കാര്യം ഇവിടെ പറഞ്ഞു. ഇവിടെ ഈ സംഭവം ഉണ്ടായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ കാര്യം പറഞ്ഞു. 10 ലക്ഷം രൂപയാണ് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത്. അതിലിവിടെ പറഞ്ഞല്ലോ, ഷിബു തെക്കുംപുറം 5 ലക്ഷത്തിൻ്റെ വണ്ടി ചെക്ക് കൊടുത്തു. 3000-4000-ഓളം ആളുകൾക്ക് ഈ നഷ്ടപരിഹാരത്തുക ഇപ്പോഴും കൊടുത്തിട്ടില്ല. 10 ലക്ഷം രൂപ അപര്യാപ്തമാണ്. ആ കുടുംബത്തിലെ ഒരു മലയോര കർഷകന്റെ കുടുംബത്തിൽ അവിടുത്തെ പ്രധാനമായ ഏണിംഗ് മെമ്പറാണ് മരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടല്ലോ ആ തുക 50 ലക്ഷമായി വർദ്ധിപ്പിക്കണം. അത് UDF-ന്റെ അഭിപ്രായമാണ്. ആ കുടുംബത്തെ രക്ഷിക്കണം. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവ് ഗവൺമെൻറ് വനം വകുപ്പ് ഏറ്റെടുക്കണം. അതുപോലെ അവിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഈ രാധയുടെ കുടുംബത്തിൽ അവരുടെ ഭർത്താവിന് ഒരു താൽക്കാലിക വാച്ചർ പണിയാണ് കൊടുത്തത്. അത് സ്ഥിരപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ വെച്ച് തന്നെ ആവശ്യപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള നടപടികൾ അടിയന്തിരമായി വേണം. കർഷകരുടെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളെല്ലാം കർഷകരാണ്. നിങ്ങൾക്കറിയാവില്ലേ, കേരളത്തിലെ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിലയിടിവുകൊണ്ട് കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിന് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നമ്മൾ നിരന്തരമായി സമരം ചെയ്തു, ആവശ്യപ്പെട്ടു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റബ്ബർ കർഷകർ, അതുപോലെ തന്നെ നാളികേര കർഷകർ, നമ്മുടെ നെൽകർഷകർ, എത്ര ആളുകളാണ് കുട്ടനാടിൽ ഈ അടുത്ത കാലത്ത് ഈ ഗവൺമെൻറ് ഒന്ന് ആത്മഹത്യ ചെയ്ത്. അതിന് പരിഹാരമുണ്ടാക്കണം. ബഫർ സോണിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി 1.5 കൊല്ലം മുമ്പ് സുപ്രീം കോടതിയുടെ വിധിയുണ്ടായതാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകയാണ്. അടിയന്തരമായി
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൽ പരിഹരിക്കാം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ സമരത്തിന് ഓരോ സ്ഥലത്തും ഇന്ന് തന്നെ നമ്മുടെ ആതിരപ്പള്ളിയിൽ നിന്നാണ് തുടങ്ങിയത്. സത്യത്തിൽ ആതിരപ്പള്ളിയിലെ വമ്പിച്ച ജനക്കൂട്ടം കണ്ടപ്പോൾ ഞാനും പ്രതിപക്ഷ നേതാവ് വിചാരിച്ചു ഇതുവരെ നടന്ന ഈ സ്വീകരണ സമ്മേളനത്തിൽ ഇതായിരിക്കും ഏറ്റവും വലുത്. പക്ഷെ മലയാറ്റൂർ വന്നപ്പോൾ കഥ മാറി. മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാളിന് കൂടുന്നതിൻ്റെ പകുതി ആളുകൾ അവിടെ കൂടി. കോതമംഗലത്ത് വന്നപ്പോൾ മലയാറ്റൂരിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടോ ഉള്ളെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ റോജി ജോൺ ചിലപ്പോൾ വിസമ്മതിച്ചേക്കും. എന്നാലും അവിടെ ഉള്ളത് എത്രയും ആളുകൾ ഇവിടെയുണ്ട്, ഒന്നിനൊന്ന് മരിച്ചു. അപ്പോൾ എന്തുമാത്രം നിങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളത് ഏറ്റെടുത്തു എന്നുള്ളതിന് തെളിവാണ് ഈ ജനസംഖ്യ. ഒന്ന് മാത്രം പ്രതിപക്ഷ നേതാവ് ഉള്ള ശബ്ദത്തിൽ പറയും, ഒന്ന് മാത്രം ഞാൻ UDF എടുത്ത തീരുമാനം പറയുന്നു. നിങ്ങളെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വിധിക്ക് അറിഞ്ഞു കൊടുക്കാനല്ല UDF തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, UDF ഉണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നത് വരെ ഈ സമരയാത്ര തുടരും. ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കഴിയില്ലെങ്കിൽ ഇനി നമ്മൾ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. പിണറായി സർക്കാരിൻ്റെ ആയുസ് അവസാനിക്കാൻ എത്ര നാളുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. UDF അധികാരത്തിൽ വന്നാൽ UDFൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ഈ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ പങ്കാളികളായ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ്. ഈ യോഗം ഒട്ടും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട കോതമംഗലത്തിൻ്റെ പ്രിയപുത്രൻ അന്തരിച്ച ശ്രീ TM ജേക്കബിൻ്റെ മകൻ, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ അനൂപ് ജേക്കബ് MLA നിങ്ങളോട് സംസാരിക്കും. ഇത്രയും ബഹുമാനരെ, ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, സമയമേറെ വൈകി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ മലയോര സമരജാഥ എന്ന് കടന്നു വരുമ്പോൾ കേരളത്തിൻ്റെ 30 ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങളുടെ ആശങ്കയും ഭീതിയും പ്രതിഷേധവുമാണ് വിളിച്ചറിയിക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് അതിൻ്റെ 10ാമത്തെ വർഷത്തേക്ക്, അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ ആയിരക്കണക്കിന് വ്യക്തികളാണ് വന്യജീവി ആക്രമണങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹെക്ടർ കണക്കിന് കൃഷിനാശം, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. ഇന്ന് മലയോര ജനത വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഒരു കാലത്ത് കുടിയേറ്റത്തിലൂടെ കർഷകൻ നാടിൻ്റെ രക്ഷകനായി മാറിയെങ്കിൽ ഇന്ന് ആ കർഷകൻ്റെ കണ്ണുനീര് ആ മണ്ണിൽ വീണുകൊണ്ടിരിക്കുകയാണ്. കുടിയിറക്കത്തിന് വേണ്ടിയുള്ള ഒരു സാഹചര്യമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗത മൂലം ഇന്ന് കേരളത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണി പറയുന്നത്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ ജാഥ നയിച്ച് മുന്നോട്ട് വരുമ്പോൾ നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത് കുടിയിറക്കമല്ല, ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതം ആ പ്രദേശങ്ങളിൽ ഉറപ്പുണ്ടാവും എന്നുള്ളതാണ്. സ്നേഹിതരെ, ഈ സർക്കാർ ഓരോ രക്തസാക്ഷിക്കും വിലയിടുകയാണ്. ശ്രീ ഷിബുവിടെ സൂചിപ്പിച്ചു, ചെക്ക് കൊടുത്ത് ചെക്ക് മാറിയില്ല എന്നുള്ളത്. പരിതാപകരമായ ആ ഒരു അവസ്ഥ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഒരു വ്യക്തിക്ക് 10 ലക്ഷമാണോ വിലയിട്ടിരിക്കുന്നത്? അത് 50 ലക്ഷമാണോ? 1 കോടിയാണോ? ഒരു മനുഷ്യൻ ജീവന്റെ വില. ഓരോ കൊല്ലപ്പെടുന്ന ഓരോ നിർധനരായ കുടുംബങ്ങൾക്ക്, കർഷകരിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് ഈ തുക കൊടുത്തുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകി അങ്ങ് പിന്മാറുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അങ്ങനെ ഓരോ രക്തസാക്ഷിക്ക് വില പറയാനുള്ളതല്ല, ഒരു ജീവനും വിലയിടാനുള്ളതല്ല ഈ സർക്കാർ. ഈ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് ഉണ്ടാവേണ്ടത്. അതിവിടെ വരുന്നില്ല എന്നതാണ്. ഭയരഹിതമായി, സുരക്ഷിതമായി, ആത്മാഭിമാനത്തോടെ ഈ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശത്തിന് മേലാണ് ഈ സർക്കാരിൻ്റെ കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം കടന്നുപോയതുകൊണ്ട്. സർക്കാരിൻ്റെ മുൻഗണനകൾ മാറിപ്പോകുന്നു. അഴിമതി സർക്കാരിൻ്റെ മുഖമുദ്രയായി മാറുമ്പോൾ ബ്രൂവറി അടക്കമുള്ള അനവധി രാഷ്ട്രീയ വിഷയങ്ങൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ പ്രയോറിറ്റി അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കാണ്. മനുഷ്യനെ ജീവിക്കുവാനുള്ള, വിലക്കയറ്റം സംരക്ഷിക്കുവാനുള്ള, ആരോഗ്യ പരിപാലനത്തിനുള്ള, കർഷക രക്ഷയ്ക്കുള്ള, തൊഴിൽ സംരക്ഷണത്തിനുള്ള യാതൊരു പ്രതിവിധിയും ഈ ഗവൺമെൻറ്റിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതിനെതിരെയുള്ള ജനവിധി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്കുണ്ടാക്കണം. അതിനുള്ളൊരു വലിയ മുന്നേറ്റം കൂടി ആവട്ടെ ഈ ജാഥ. ഇതിലേക്ക് കടന്നു വന്ന എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.
ഒട്ടനവധി നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ഇവിടെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഓടിയെത്ത സമരത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ മാത്യു കൊളനാടൻ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, MLA മാരായ റോജി എം ജോൺ, മോൻസ് ജോസഫ്, എൽദോസ് കുന്നപ്പള്ളി, TJ വിനോദ്, JSSന്റെ സംസ്ഥാന സെക്രട്ടറി രാജൻ ബാബു, UDF നേതാക്കളായ അഡ്വക്കേറ്റ് അശോകൻ, VP സജീന്ദ്രൻ, UDFന്റെ ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, KDPയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോസ് മോൻ, KP ദലവാലൻ, ജെയ്സൺ ജോസഫ് ഉൾപ്പെടെ ഉള്ള എല്ലാ നേതാക്കളുടെയും സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ഈ ജാഥയുടെ ക്യാപ്റ്റൻ സമാധാനീയനായ UDFന്റെ സംസ്ഥാന ചെയർമാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ നിങ്ങളെ അഭിസംബോധന ചെയ്യും. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ, ശബ്ദം വളരെ മോശമാണ്, കുറച്ചേ പറയുള്ളൂ. ഷിബു തെക്കുമുറം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായ PJ ജോസഫ് സാർ, മുഖ്യപ്രഭാഷണം നടത്തിയ K മുരളീധരൻ MP, നമ്മുടെ UDF കൺവീനർ MM ഹസൻ ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യാത്ര എന്തിനാണ് എന്നിവിടെ സംസാരിച്ച നേതാക്കളൊക്കെ സൂചിപ്പിച്ചു. സാധാരണ മുന്നണികളും പാർട്ടികളും നടത്തുന്നത് രാഷ്ട്രീയ ജാഥകളാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ജനപദത്തിൻ്റെ, ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു ജാഥ നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു 5-6 മാസം മുമ്പ് വയനാട്ടിൽ മാനന്തവാടിയിൽ ആന ചവിട്ടിക്കൊന്ന അജീഷിൻ്റെ വീട്ടിൽ ഞാൻ പോയി. എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അജീഷിൻ്റെ മകൾ 6ാം ക്ലാസ്സുകാരി എന്നോട് ചോദിച്ചു, സാറേ, ഞാൻ അനാഥയായി, എനിക്കിനി ആരുമില്ല, എൻ്റെ അപ്പം പോയി, ഇനി എന്നെ പോലുള്ളൊരു അനാഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് സാറിന് ഉറപ്പ് പറയാൻ പറ്റും. എന്തൊരു ചോദ്യമായിരുന്നു. നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകർ മറുപടി പറയാനില്ലാതെ പകച്ചു പോകുന്ന, വല്ലാതെ എൻ്റെ മനസ്സിനെ വേട്ടയാടിയ ഒരു കാര്യം. എനിക്കിപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. കാരണം പെൺകുട്ടികളോട് പിതാക്കന്മാർക്ക് പ്രത്യേകമായ സ്നേഹമായി. എനിക്കും ഒരു മകളുള്ളതാണ്. എത്രമാത്രം ആ പിതാവ് സ്നേഹിച്ചതാണ്. രാത്രി ആനയെ ഓടിക്കാൻ പോയതാണ്, ഈ കൃഷി നശിപ്പിച്ച ഇടയിൽ, അതിനിടയിലാണ് ചവിട്ടിക്കൊന്നത്. എത്രയോ പേരാണ് ഇവിടെ ഇല്ലേ, പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യർ. എൽദോസിൻ്റെ മാതാപിതാക്കളെ കണ്ടില്ല, അമ്മയ്ക്ക് സുഖമില്ല, വന്നിരിക്കുകയാണ്. ആ സുഖമില്ലാത്ത അമ്മ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. അവരെയാണ് 5 ലക്ഷം രൂപയുടെ വണ്ടി ചെക്ക് കൊടുത്ത് സർക്കാർ പറ്റിച്ച്. അവറാൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞില്ലേ, രക്ഷപ്പെട്ടതാണ്. എത്രയോ കുടുംബങ്ങളാണ്, എത്രയോ കുടുംബങ്ങൾ. എന്നിട്ട് ഇവർ ഗവർണറെ കൊണ്ട് എഴുതി വെപ്പിച്ചിരിക്കുക നയപ്രഖ്യാപന പ്രസംഗത്തിൽ, കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറഞ്ഞു വരുന്നു. എന്നിട്ട് ഈ മന്ത്രി അസംബ്ലിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, കുറഞ്ഞു വരുന്നു. ഇവരൊക്കെ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? അവർ തന്നെ തന്ന കണക്കാണ് ഇവിടെ പറഞ്ഞത്. കഴിഞ്ഞ 2018 മുതൽ 60,000-ത്തിലധികം വരുന്ന വന്യജീവി ആക്രമണങ്ങൾ, 1000-ത്തിലധികം പേർ കൊല ചെയ്യപ്പെട്ടു, 8,000-ത്തിലധികം പേർ ഗുരുതരമായ പരിക്ക്, കോടിക്കണക്കിന് രൂപയുടെ കൃഷിഭൂമി പോയി. ഒന്ന് കാർഷിക മേഖലയാണ്. കാർഷിക മേഖല ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് കാരണം തകർന്ന് തരിപ്പണമായി കിടക്കുക. എത്ര ഏലത്തോട്ടങ്ങളാണ്, തേയിലത്തോട്ടങ്ങളാണ് പൂട്ടിക്കിടക്കുന്നത്. എത്ര പേരാണ് കൃഷിയിൽ നിന്ന് പിന്മാറുന്നത്? എന്താ സ്ഥിതി? വളത്തിന് വില കൂടി, കീടനാശിനിക്ക് വില കൂടി, ഉൽപ്പന്നത്തിന് വിലയില്ല, അല്ലേ? കാട് പിടിച്ചിടക്കുകയാണ് കൃഷിസ്ഥലങ്ങൾ. പണ്ട് മലയോരത്ത് വന്നാൽ ചേമ്പും ചേനയും കപ്പയും ഒക്കെ, ഇപ്പം നട്ടാൽ വിവരം അറിയും, പന്നി മുഴുവൻ നശിപ്പിച്ച് കളയും. മലയോരത്തിപ്പോൾ കിഴങ്ങ് കൃഷിയില്ല. കുരങ്ങൻ വന്ന് നാളികേരം മഞ്ഞങ്ങ പരുവത്തിലിട്ടുകൊണ്ട് പോകും, ആന വന്ന് മുഴുവൻ നശിപ്പിക്കും. ഞങ്ങളിത് ആതിരപ്പള്ളിയിൽ പോയപ്പോൾ ഒരു കുടുംബത്തിൽ പറഞ്ഞു, പ്ലാവ് മുഴുവൻ പറമ്പിൽ നിന്ന് വെട്ടി മാറ്റി. കാരണം പ്ലാവ് വച്ചാൽ ചക്ക ഉണ്ടായാൽ ആന വരും. ഇനി വാഴക്കൃഷിയില്ല ഇനി. അപ്പം എല്ലാം നശിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ മലയോരത്തെ
ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ജപ്തി നോട്ടീസുകൾ ദേശസാൽകൃത ബാങ്കിൽ നിന്നും, ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും, കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ഇത്രമാത്രം ജപ്തി നോട്ടീസ് മലയോര മേഖലയിൽ ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? എവിടേക്ക് പോവാ ആളുകൾ? എങ്ങനെ അടച്ചു തീർക്കും? കൃഷി മുഴുവൻ പോയി. ഒരു കൃഷി ഇറക്കി അതിൽ നിന്ന് ഉൽപ്പന്നം കിട്ടിയിട്ടാണ്, അത് വിറ്റിട്ടാണ് ആദ്യത്തെ കടം തീർത്ത് രണ്ടാമത് ഇറക്കുന്നത്. എവിടെ ഇറക്കാൻ? എവിടെ കടം വീട്ടാൻ? കടം പെറ്റുപെരുകയാണ്. വീടാൻ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ്. എന്തു നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്? ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് നിരവധി പ്രാവശ്യം MLA-മാരെല്ലാം ഇരിക്കുന്നത്, എത്ര പ്രാവശ്യമാണ് ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നത്? ഒരു സെഷൻ പോലും മലയോരത്തെ ജനങ്ങളുടെ സങ്കടം ഞങ്ങൾ പറയാതിരുന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ മറുപടി? ഒരു നിസ്സംഗതയാണ് മറുപടി. ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്. വെറുതെ ജാഥ നടത്തുമല്ല, 2 രീതിയിൽ ചെയ്യണം. ഒന്ന് പരമ്പരാഗതമായ രീതിയിൽ ഇവിടെ പറഞ്ഞു, മതിൽ കെട്ടാം, കിടങ്ങ് കുഴിക്കാം, സൗരോർജ വേലിയാവാം, ഇലക്ട്രിക് ഫെൻസിങ് ആവാം, ഹാങ്ങിങ് ഫെൻസിങ് ആവാം, പലതരത്തിൽ റെയിൽ ഗാർഡ് വയ്ക്കാം. പരമ്പരാഗതമായ രീതിയിൽ തടയാം. 4 വർഷമായി നിങ്ങൾക്കറിയോ, ഒറ്റ നയാ പൈസ ഈ പ്രതിരോധ സംവിധാനത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. ഞങ്ങൾ കണക്കെടുത്ത് നിയമസഭയിൽ ചോദിച്ചു, വനം മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും. ഓരോന്നിനും സൗരോർജ വേലി 0, കിടങ്ങ് കുഴിക്കാൻ 0, 1 രൂപ 4 വർഷമായി ഇവർ ചെലവാക്കിയിട്ടില്ല. അപ്പം എന്താ? മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ആന ചവിട്ടിക്കൊന്നോ, കടുവ ഭക്ഷിച്ചോ പോട്ടെ. വയനാട്ടിൽ ചെന്നപ്പോൾ എന്തൊരു ഭീതിയാണ്. 5 കടുവ ഇറങ്ങിയിരിക്കുകയാണ് ബത്തേരി മണ്ഡലത്തിൽ മാത്രം. 5 കടുവ. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ? കൃഷി നശിച്ചപ്പോൾ ആളുകൾ പശുവിനെ കറന്നാ ജീവിക്കുന്നത്. ആ കറക്കുന്ന പശുവിൻ്റെ പാല് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? സൊസൈറ്റിയിൽ കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പേടിയാണ്, ഭയമാണ്. ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. പ്രായമുള്ളവർ പുറത്തേക്ക് പോയാൽ ഭീതിയാണ് വീടുകളിൽ. ആന ചവിട്ടിക്കൊല്ലും. 9 പേരെയാണ് വയനാട്ടിൽ കടുവ കടിച്ചു കൊന്നത്. ആറളത്തി എന്നപ്പോൾ 17 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. എവിടെ ആന വരാത്തത്? എവിടെ ആന വരാത്തത്? ഇപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളിയിൽ ചെന്നപ്പോൾ ഇല്ലിത്തോടിൽ നിന്നും സിസ്റ്റേഴ്സ് വന്നു. ഇല്ലിത്തോട് സ്കൂൾ പൂട്ടേണ്ടി വരുമെന്നാണ്. വന്യമൃഗങ്ങളാണ്, വന്യമൃഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ കൊട്ടിയം വനാതിർത്തിയിൽ നിന്നും 15 കിലോമീറ്റർ പുറത്ത് ആന വരികയാണ്. മൃഗങ്ങൾ വരികയാണ്, എല്ലാ മൃഗങ്ങളും വരികയാണ്. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെവിടെ പോകും? പിന്നെ വനസംരക്ഷണം വേണം. ഞങ്ങൾക്ക് ഉറച്ച നിലപാടാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഇത്രയും മതി. കാരണം എന്താ? കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ്. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പോഴാണ് ബഫർ സോൺ. നിങ്ങളുടെ കട്ടപ്പന ടൗണും ബത്തേരിയും ഒക്കെ മണ്ണാർക്കാടൊക്കെ ബഫറിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരെങ്ങോട്ട് പോവും? മനുഷ്യരെവിടെ പോവും? ഈ ഇടുക്കിയിൽ ജനവാസ കേന്ദ്രങ്ങൾ നോട്ടിഫിക്കേഷൻ, റിസർവ് ഫോറസ്റ്റ് ഇല്ലേ? ആ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്തിട്ടില്ല. ഇടുക്കിയിലേക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഏലത്തോട്ടം, പണ്ട് ഏലത്തോട്ടം റവന്യൂ ഭൂമി, അതിലെ മരം വനം വകുപ്പിൻ്റെ. ഇപ്പോഴേ പുതിയ വിധി വരിക. സർക്കാരിൻ്റെ നിലപാടില്ല. ഈ ഗവൺമെൻറ്റിന് നിലപാടില്ലായ്മ കാരണം CHR ഏലത്തോട്ടങ്ങൾ മുഴുവൻ റിസർവ് ഫോറസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ പോവുക. മനുഷ്യരെവിടെ പോവും? മനുഷ്യരെങ്ങോട്ട് പോവും? പാവപ്പെട്ട സാധാരണക്കാരായ കർഷകരല്ലേ 3-4 തലമുറയ്ക്ക് അപ്പുറം പോയി. നമ്മൾ പറയില്ലേ, കഷ്ടപ്പെട്ട് ആ കാലത്ത് വന്യമൃഗങ്ങളോടും അന്നത്തെ രോഗങ്ങളോടും കാലാവസ്ഥയോടും
പട്ടിണിയോടും ഒക്കെ മല്ലിട്ട് ഉണ്ടാക്കിയെടുത്ത കൃഷിയിടങ്ങൾ 3ഉം 4ഉം തലമുറ കഴിയുമ്പോൾ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോവാൻ? എവിടേക്കാ പോകാൻ പറ്റുന്നത് കേരളത്തിൽ? അതിന് പരിഹാരം വേണ്ടേ? ഇനി ആധുനികമായ സങ്കേതങ്ങളുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ. വനാതിർത്തിക്കകത്ത് മൃഗങ്ങളുടെ മൂവ്മെന്റ്, ചലനമുണ്ടായാൽ അറിയാനുള്ള സംവിധാനമുണ്ട്. ഇത് ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ശാസ്ത്രയുഗത്തിൽ. അറിഞ്ഞാൽ വാണിംഗ് കൊടുക്കാം. 3 തിരിച്ചോടിക്കാം. ശബ്ദമുണ്ടാക്കി, കൃത്രിമമായ ശബ്ദമുണ്ടാക്കി തിരിച്ചോടിക്കാം. സുന്ദർബാൻസിൽ ഇപ്പോൾ വാൽപ്പാറ നിങ്ങൾ നോക്ക്, ഭയങ്കര ആനപ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലമാണ്, കൺട്രോൾ ചെയ്തു. മധ്യപ്രദേശിൽ, ഹിമാചലിൽ ഒക്കെ ചെയ്യാം. ഇതറിയാത്ത ആളുകൾ നമ്മുടെ ഈ സർക്കാരും ഈ വനം വകുപ്പും മാത്രമാണ്. പരമ്പരാഗതമായ രീതിയിലും ഒന്നും ചെയ്യുന്നില്ല. അവര് ആധുനികമായ സങ്കേതങ്ങൾ അന്വേഷിക്കുന്നില്ല. ബജറ്റിൽ വെച്ച പൈസ ചെലവാക്കുന്നില്ല, പദ്ധതിയിൽ വെച്ച പൈസ ചെലവാക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക. വിധിക്ക്. ഈ സമരം തുടങ്ങാൻ പെട്ടെന്ന് പ്രേരിപ്പിച്ച കാരണം നിർദ്ദിഷ്ട വന നിയമമാണ്. ഞങ്ങൾ പറഞ്ഞു, നിയമസഭയിൽ ഞങ്ങളത് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല. വനപാലകർക്ക് അമിതമായ അധികാരം കൊടുത്ത് കർഷകരെയും ആദിവാസികളെയും ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. ഈ സമരം പ്രഖ്യാപിച്ച് കൺവീനർ പറഞ്ഞതുപോലെ ഒരാഴ്ചക്കകം പിൻവലിച്ചോടി. ഈ കാര്യത്തിലും ഈ പ്രശ്നങ്ങളിൽ, ഭൂമി പ്രശ്നങ്ങളിൽ ഒക്കെ നമുക്ക് നടപടി സ്വീകരിപ്പിക്കണം. നമ്മുടെ 18 എംപിമാർ, സിഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ UDFന്റെ 18 എംപിമാരും വന്യജീവി നിയമത്തിൽ ആവശ്യമായ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ഒറ്റക്കെട്ടായി പോരാടും. UDF തീരുമാനമാണ്. അസംബ്ലിയിൽ ഞങ്ങളുണ്ട്, പുറത്തും പോരാടും. ഈ ഗവൺമെന്റിനെ കൊണ്ട് നമുക്കിത് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തണം. ഈ ജാഥ നടത്തുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ്. ഞങ്ങൾ പറയുന്ന സന്ദേശം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇത് താഴെ പോവാറായി, സമയം അവസാന സമയമായി. കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ പരിഗണന മലയോരത്തെ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, കർഷകരുടെ സങ്കടങ്ങളായിരിക്കും. അത് പരിഹരിക്കാനുള്ള നിലപാടായിരിക്കും. നമ്മൾ എന്തു ചെയ്യുമെന്ന്, UDF എന്തു ചെയ്യും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് അത് കേരളത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. വാക്കു പറഞ്ഞാൽ വാക്കായിരിക്കും. ആ വാക്ക് തരാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞാനിവിടെ നൽകിയ സ്വീകരണത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സാധാരണക്കാരായ UDF പ്രവർത്തകരും സാധാരണ കർഷകരും പാവങ്ങളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ യോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചാലിച്ച് ഞങ്ങൾക്ക് നൽകിയ ഈ സ്വീകരണത്തിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ഈ സമ്മേളനം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ഷമീർ പനിക്കലിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, ഈ സമര യാത്രയുടെ നായകൻ കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, കോതമംഗലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രോജ്വലമായ ഒരു ദിവസമായി എഴുതി ചേർക്കപ്പെട്ട ഈ സമ്മേളനം കോതമംഗലത്തെ മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകരുടെയും അതുപോലെ തന്നെ അവിടെയുള്ള മുഴുവൻ ജനസമൂഹത്തിൻ്റെയും പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ട പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും മുഴുവൻ പേർക്കും എല്ലാവർക്കും UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും.